നമുക്കെല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ടാവും അല്ലേ? ഇല്ലാത്തവരായിട്ടും ഉണ്ടാകാം. അപ്പോൾ റേഷൻ കാർഡ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിനെ ഡിജിറ്റലായിട്ട് നമ്മുടെ മൊബൈലിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. ഗവൺമെൻറ് ഓഫ് കേരള ഇറക്കിയിട്ടുള്ള എൻ്റെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് സാധ്യമാകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റേഷൻ കാർഡ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കാർഡിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി എന്നുള്ളതും ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതും മറ്റു കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആയിട്ട് ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ എൻ്റെ റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം സെർച്ച് കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ എന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ മൊബൈൽ ഡാറ്റയിലാണോ വൈഫൈയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞാൻ മുകളിലത്തെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ളൊരു ഭാഗം ഇവിടെ വരുന്നതാണ്. ഇവിടെ ഓപ്പൺ എന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ റേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ 3 പേജുകളായിട്ടാണുള്ളത്. നമുക്കൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ കാണാൻ ഗോട്ട് ഇറ്റ് എന്നുള്ളതിൽ അതിലൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് തുറന്നു വന്നിട്ടുണ്ട്. ഇതിൽ മുകളിലായിട്ട് ഒരു യെല്ലോ ബോക്സും താഴെയായിട്ട് ഒരു റെഡ് ബോക്സും കാണുന്നുണ്ട്. മുകളിലത്തെ യെല്ലോ ബോക്സിൽ റേഷൻ കാർഡ് എന്നും താഴത്തെ റെഡ് ബോക്സിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നും എഴുതിയിട്ടുണ്ട്. മുകളിലത്തെ റേഷൻ കാർഡ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ റെഡ് ബോക്സിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എവിടെ വരെ ആയി എന്നുള്ളതും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒന്നാമത്തേതായിട്ടുള്ള റേഷൻ കാർഡ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റേഷൻ കാർഡിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് കാണിക്കുന്ന 10 അക്ക നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റർ കൊടുക്കുക. അതിനുശേഷം താഴെ കാണാം വ്യൂ മൈ കാർഡ് എന്നുള്ളത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP നമ്പർ വരുന്നതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ക്രിയേറ്റ് എ പാസ്വേഡ് എന്ന് വന്നിട്ടുണ്ട്. അതിലൊന്ന് ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു റേഷൻ കാർഡിന് നമുക്കൊരു പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു. വീണ്ടും അതേ നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണാം സബ്മിറ്റ് എന്നുള്ളതിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി നമുക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ വന്നപ്പോൾ ഫ്രണ്ട് പേജിൽ കണ്ടത് ഒരു 2 ബോക്സുകളാണ് അല്ലേ? ഒന്ന് യെല്ലോ ബോക്സും ഒന്ന് റെഡ് ബോക്സും. അപ്പോൾ റെഡ് ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ റേഷൻ കാർഡിൽ തിരുത്തി വരുത്തേണ്ടതോ അല്ലെങ്കിൽ റേഷൻ കാർഡ് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എവിടെ വരെ ആയി എന്നുള്ള അറിയാനായിരുന്നു നമ്മൾ അത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോൻ്റെ അകത്തും നമുക്ക് ആ ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ആപ്ലിക്കേഷൻ സെർച്ച് എന്നുള്ളത്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.